എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS പാരാമെഡിക്കൽ ഡിപ്ലോമ അലോട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽ റാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെന്തെങ്കിലും അപാകതകൾ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSലോട്ടിൽ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയർ ആക്കി പുതിയൊരു റിവൈസ്ഡ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിലും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നാളെ വരെ നിങ്ങൾക്ക് കറക്ഷൻസ് ടൈമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ ലിസ്റ്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ LBSലോട്ട് മെയിൽ ചെയ്യുക. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. 16ഓളം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 300ലേക്കാണ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ ആ ഒരു മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റാങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഒരു കോമൺ ആയിട്ടുള്ള SM എന്ന് പറഞ്ഞിട്ട്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, അതായത് മുഴുവൻ മൊത്തമായിട്ട് എത്ര കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിൽ നിങ്ങളുടെ റാങ്ക് പൊസിഷനാണ് SM എന്ന് കാണിക്കുന്നത്. പിന്നെ അതല്ലാതെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഹിന്ദു വിഭാഗം അല്ലെങ്കിൽ OBC വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമാണെങ്കിൽ അതിലെത്രയാണോ നിങ്ങൾക്ക് റാങ്ക് വരുന്നത് ആ ഒരു റാങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം റാങ്കിൽ പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും, ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങും ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്കിലോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ LBSലോട്ട് മെയിൽ ചെയ്യുക. അതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് മറ്റൊരു അടുത്ത വീഡിയോയിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതുവരേക്കും ടേക്ക് കെയർ.